ഹലോ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സാഹചര്യങ്ങളിലൂടെയാണ് കേട്ടോ കഴിഞ്ഞ 2 ദിവസം മുമ്പേ ഞാൻ കടന്നു പോയത്. ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് ലേബർ പെയിൻ വന്നത്. 7.5 മാസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ലേബർ പെയിൻ ആയിരിക്കുമോ ഇനി വേറെ വല്ല കോംപ്ലിക്കേഷൻ്റെ ആണോ എന്ന് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ മെറ്റേണിറ്റി അസസ്മെൻറ്റ് യൂണിറ്റിൽ പോയി. അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ ഒത്തിരി പേഷ്യൻസ് ഉണ്ട് ലേബറിന് വേണ്ടി കിടക്കുന്നതും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ലേറ്റായി എന്നെ നോക്കാനായിട്ട്. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറിപ്പോയി. എൻ്റെ ബാഗിൽ നിന്ന് 2 പാരസെറ്റമോൾ കഴിച്ചിട്ട് ഞാൻ വീണ്ടും അങ്ങോട്ടേക്ക് തന്നെ പോവുകയാണ്. കാരണം അസസ്മെൻറ്റ് കഴിഞ്ഞില്ല, എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായിട്ടില്ല ഇതുവരെ. വീണ്ടും അവിടെ എത്തിയിട്ട് നേഴ്സ് വരാൻ വീണ്ടും 45 മിനിറ്റ്സ് എടുത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ക്ഷമ ശരിക്കും നശിച്ചു. പക്ഷെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവർ പറയുന്നത് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലോക്ക് അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റുള്ളൂ. കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് ചിരി വന്നു. കാരണം നാട്ടിലൊക്കെ ആണെങ്കിൽ ആ ഹോസ്പിറ്റലും അടിച്ചു പൊട്ടിച്ച് ഡോക്ടർ 2 തെറി വിളിച്ചിട്ടേ ഉള്ളൂ നമ്മുടെ ആൾക്കാർ ഇറങ്ങി പോവുക. ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ CT എടുത്ത് നോക്കിയപ്പോൾ മനസ്സിലായി ശരിക്കും കൺട്രാക്ഷൻ ഉണ്ടെന്ന്. ഇവർ എന്നെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ പ്രീറ്റേം ബർത്ത് ഉണ്ടായാൽ കുഞ്ഞിനെ വെക്കാനുള്ള ഇൻക്യുബേറ്റർ ഇവിടെ ഫുള്ളാണ്, എല്ലാം ഫുള്ളായിരിക്കുക. അതുകൊണ്ട് വേഗം വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം എന്ന് പറഞ്ഞിരിക്കുക. ഞാൻ ആദ്യമൊക്കെ റെഫ്യൂസ് ചെയ്തു. കാരണം നമുക്ക് വേറെ വീട്ടുകാരൊന്നും ഇവിടെ ഇല്ലല്ലോ. നല്ല കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ എന്നാലും നമ്മളെ നോക്കാനൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് അത്രയും ദൂരമൊക്കെ പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് വേണ്ടാന്ന്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. രാത്രി ആംബുലൻസ് വിളിച്ച് തന്നെ ലണ്ടൻ ഡെറിയിലെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. ആ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും ഞാൻ കുറേയൊക്കെ ബെറ്ററായി കേട്ടോ. എനിക്ക് മെഡിസിനൊക്കെ തന്നായിരുന്നു. അപ്പോൾ ഞാൻ പ്രസവിക്കില്ല എന്ന് ഉറപ്പിച്ചാണ് പോയത്. കാരണം 7.5 മാസത്തിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനുണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാവുന്നതുകൊണ്ട് അത് തീരുമാനിച്ചാണ് ഞാൻ പോയത്. പിന്നെ അവിടെ എത്തി ഒബ്സർവേഷനും ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തപ്പോഴേക്കും ഞാൻ കുറേയൊക്കെ ബെറ്ററായി. പെട്ടെന്ന് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് ഓർത്തിട്ട് എനിക്ക് തന്നെ ഒരു ഷോക്കിംഗ് ആയിരുന്നു. ആംബുലൻസിൽ വരുന്നു, വേറെ ഹോസ്പിറ്റലിലേക്ക് ഒത്തിരി ദൂരം 2.5 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ട് വരുന്ന ഒത്തിരി ദൂരമുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് ഞാൻ വരുന്നു. ഇവിടെ നിന്ന് അങ്ങാണ്ട് പ്രസവിച്ച് പോയാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഇപ്പോൾ പക്ഷെ ഓക്കെയാണ്. ഫൈനലി ഡിസ്ചാർജിന് റെഡിയായി ഞാൻ. അപ്പം ഹസ്ബൻഡ് വരാൻ വെയിറ്റ് ചെയ്യാണ്. ഇതാണ് പുറത്തത്തെ വ്യൂ കേട്ടോ. മഴയാണ്, വലിയ കാർ പാർക്കിംഗ് ഉണ്ട്. കുറച്ച് ഡോറ് തുറന്നിട്ട് കാറ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. വേറെ പ്രത്യേകിച്ചില്ല ഇവിടെ. പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ എൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ കോപ്പി എനിക്ക് തരും. ഈ ക്യാനുല ഇത് ഊരാനുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം പേടിച്ച പോലെയൊന്നും സംഭവിക്കാതെ പോവാണ്. പക്ഷെ എപ്പോൾ വേണമെങ്കിലും പ്രീടേം ലേബർ നടക്കാം. അങ്ങനെ ഞാൻ സിക്ക് ലീവിലേക്ക് കയറും. എനിക്ക് പോയിട്ട് ബാഗ് റെഡിയാക്കണം. കാരണം ഇതുപോലെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോസ്പിറ്റൽ നല്ല ഡെലിവറി, അവർക്ക് ആ ഫെസിലിറ്റി ഇല്ലെങ്കിൽ അവർ നമ്മളെ വേറെ എവിടെയാണോ ഫെസിലിറ്റി ഉള്ളത് ആ ഹോസ്പിറ്റലിലേക്ക് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യും. നമ്മളെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ അത്യാവശ്യ സാധനങ്ങൾ വേണം. നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സ്, പേസ്റ്റ്, ബ്രഷ്, അതൊക്കെ ഇവർ തന്നായിരുന്നു. എന്നാലും നമ്മുടേതായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കരുതണം. പ്രത്യേകിച്ച് മൊബൈൽ ചാർജർ, ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ്. ഇനി അടുത്ത പ്രാവശ്യം ലേബർ പെയിൻ വന്നാൽ അറിയില്ലല്ലോ ശരിക്കും ലേബർ നടക്കുമോ അല്ലെങ്കിൽ അത് ഇതുപോലെ സെറ്റിലാവുമോ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനും കരുതിയിരിക്കാം എന്ന് വിചാരിച്ചു. ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ലഞ്ച് വന്നു. 12 ആവാൻ ഇനിയും 10 മിനിറ്റ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് ലഞ്ച് വന്നു. ഇവിടെ ഞാൻ ഓർഡർ കൊടുത്തായിരുന്നു. സെയിം എൻ്റെ സാലഡ് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ എൻ്റെ ഫുഡ്. എന്നാൽ പിന്നെ അതും കൂടെ കഴിച്ചിട്ട്